പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതിൻ്റെ പ്രമേയങ്ങൾ എന്നിവയാണ്. അതോടൊപ്പം ചുഴലിക്കാറ്റുകളും ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ള രാജ്യങ്ങളും നമ്മൾ പഠിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലോക പരിസ്ഥിതി ദിനം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ജൂൺ 5. ഈ വർഷത്തെ 2024 ലോക പരിസ്ഥിതി ദിന പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കാൻ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കാൻ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. 2023 കൂടി പഠിച്ചു വെക്കണം. സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഭൂമി പുനഃസ്ഥാപിക്കാൻ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം 2024 പ്രമേയം. 2023 സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2024 ഹോസ്റ്റ് കൺട്രി സൗദി അറേബ്യ ആണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2024 പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2023 തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിന് സമയമായി. തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിന് സമയമായി എന്നതാണ് 2023 പ്രമേയം. 2024 തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. അന്താരാഷ്ട്ര ജലദിനം മാർച്ച് 22. 2024 വാട്ടർ ഫോർ പീസ് എന്നും 2023 ആക്സിലറേറ്റിംഗ് ചേഞ്ച് എന്നുമാണ് പ്രമേയങ്ങൾ. 2024 വാട്ടർ ഫോർ പീസ്, 2023 ആക്സിലറേറ്റിംഗ് ചേഞ്ച്. അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21. 2024 പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ. 2023 ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ 2024 പ്രമേയം. 2023 ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2024 പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ. കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ. 2023 ദ ഫ്യൂച്ചർ ഓഫ് വെതർ, ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻ. ദ ഫ്യൂച്ചർ ഓഫ് വെതർ, ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻ. ഇനി നമുക്ക് ചുഴലിക്കാറ്റുകളെ പറ്റി നോക്കാം. ആദ്യം നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ 2023 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റുകളെ നോക്കാം. 2023 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റാണ് മോഖ. പേര് നൽകിയിട്ടുള്ള രാജ്യം യമൻ ആണ്. മോഖ, യമൻ. യമനിലൊരു മാണ്ട്, മോഖയിലൊരു മാണ്ട്. നമുക്കത് വെച്ചൊന്ന് കണക്ട് ചെയ്യാം. മോഖ, യമൻ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഹമൂൺ. പേര് നൽകിയിട്ടുള്ളത് ഇറാനാണ്. ഹമൂൺ, ഇറാൻ. ഏതു കടലിലാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. 2023 നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മൈഥിലി. പേര് നൽകിയത് മാലിദ്വീപ്. മൈഥിലി, മാലിദ്വീപ് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റ് നോക്കാം. 2023 മെയ് മാസം അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റാണ് ബിബോർജോയി. പേര് നൽകിയത് ബംഗ്ലാദേശ്. അറബിക്കടലിൽ ബിബോർജോയി, ബംഗ്ലാദേശാണ് പേര് നൽകിയിട്ടുള്ളത്. വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്ത ചുഴലിക്കാറ്റാണ് അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ളത്. 2023 ഒക്ടോബറിലാണ്. തേജ്. തേജിന് പേര് നൽകിയത് ഇന്ത്യയാണ്. തേജ്, ഇന്ത്യ. അറബിക്കടലിലാണ് ഉണ്ടായിട്ടുള്ളത്, രൂപം കൊണ്ടത്. ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ചുഴലിക്കാറ്റുണ്ട്, അതാണ് മിയ ചുങ്. ബംഗാൾ ഉൾക്കടലിലാണ്. പേര് നൽകിയിട്ടുള്ളത് മ്യാൻമർ ആണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ചുഴലിക്കാറ്റുകൾ. പ്രധാനപ്പെട്ട ദിവസങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. അതേപോലെ പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകളുമാണ്. വീഡിയോ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കാണുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അടുത്ത ഒരു PSC എക്സാമിന് ചോദ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.